നമസ്കാരം. ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് വിമാനത്തിലെ എമർജൻസി എക്സിറ്റ് ഹാൻഡിലിന്റെ കവർ തുറന്നിരിക്കുകയാണ് ഒരു യാത്രക്കാരൻ. എന്താണ്, എങ്ങനെയാണ് ഈ എമർജൻസി എക്സിറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴും നമ്മളും യാത്ര ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ട്. പക്ഷേ അതൊന്നും തുറന്നു നോക്കി അതുവഴി ഒന്ന് ചാടാൻ നമ്മൾ ആരും തയ്യാറാകാറുമില്ല, അങ്ങനെ നമ്മൾ തീരുമാനിക്കാറുമില്ല. എന്നാൽ ഇവിടെ അങ്ങനെ, അതായത് ഈ വിമാനം ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു യാത്രക്കാരൻ ഇത് തുറന്നത്. വാരണാസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം. ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന അകാസ എയർലൈൻസ് വിമാനത്തിലെ യാത്രക്കാരനായ ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി അഞ്ജയ് തിവാരിയാണ് ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് എമർജൻസി എക്സിറ്റ് ഹാൻഡിലിന്റെ കവർ തുറന്നത്. സംഭവത്തെ തുടർന്ന് വിമാനം 1 മണിക്കൂറോളം വൈകി. വ്യാഴാഴ്ച രാത്രി 7:55 ടേക്ക് ഓഫിനായി തയ്യാറെടുക്കവെയാണ് 16A സീറ്റിലെ യാത്രക്കാരനായ അജയ് തിവാരി എമർജൻസി എക്സിറ്റ് ഹാൻഡിലിന്റെ കവർ തുറന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ക്രൂ അംഗം ഉടൻ തന്നെ പൈലറ്റിനെ വിവരം അറിയിച്ചു. പൈലറ്റ് എയർക്രാഫ്റ്റ് ട്രാഫിക് കൺട്രോളിലേക്കും വിവരം കൈമാറി. വിമാനം റൺവേയിൽ നിന്ന് ഏപ്രിലിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം 1 മണിക്കൂറോളം വൈകിയാണ് വിമാനം വാരണാസിയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇതിനിടെ യാത്രക്കാരനായ അജയ് തിവാരിയെ വിമാനത്താവള അധികൃതർ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ അകാസ എയർലൈൻസിന്റെ പരാതിയിൽ അജയ് തിവാരിക്കെതിരെ കേസെടുത്തതായും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു. UP സ്വദേശിയായ അജയ് തിവാരി തമിഴ്നാട്ടിലെ സിമന്റ് ഫാക്ടറിയിൽ ഈ ബ്ലൂം ലിഫ്റ്റ് ഓപ്പറേറ്റർ കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഇയാളുടെ ആദ്യത്തെ വിമാനയാത്രയായിരുന്നു ഇത്. എമർജൻസി വാതിലിനടുത്തെ സീറ്റായിരുന്നു ഇയാൾക്ക് ലഭിച്ചത്. എമർജൻസി എക്സിറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയാനായി അബദ്ധത്തിൽ തുറന്നുപോയതാണ് എന്നാണ് ഇയാൾ നൽകിയ മൊഴി. അതേസമയം കൂലിപ്പട്ടാളക്കാരുമായി പോയ ഇമറാത്തി വിമാനം വെടിവെച്ചിട്ടെന്ന സുഡാന്റെ അവകാശവാദം തള്ളി UAE. കൊളംബിയയിൽ നിന്നുള്ള പട്ടാളക്കാരുമായി സഞ്ചരിച്ച വിമാനം തകർത്തെന്നും 40 പേർ മരിച്ചെന്നുമാണ് സുഡാൻ സൈന്യം അറിയിച്ചത്. കുറച്ചു നാളുകളായി സുഡാൻ തുടരുന്ന വ്യാജ പ്രചാരണങ്ങളുടെ ഭാഗമായാണ് വിമാനം തകർക്കൽ കഥയെന്നും UAE പ്രതികരിച്ചു. സുഡാനിൽ ആഭ്യന്തര കലഹം നടക്കുന്ന ദർഫർ മേഖലയിൽ വിമാനം തകർത്തത് എന്നാണ് അവകാശവാദം. ഇതിനിടെ സുഡാന്റെ വിമാനങ്ങൾക്ക് UAE വിമാനത്താവളങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയതായും സുഡാൻ സിവിൽ ഏവിയേഷൻ ഉദ്ധരിച്ച് സുഡാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ UAEയുടെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. സുഡാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമായാണ് UAEക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ദ യൂണിയൻ അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കി. സുഡാനിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ പ്രാദേശികമായും രാജ്യാന്തര തലത്തിലും UAE സ്വീകരിക്കുന്ന നടപടികളെ മറന്നുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന സുഡാനികൾക്കായി 1612 കോടി ദിർഹമാണ് UAE ഇതിനോടകം തന്നെ നൽകിയത്. കടുത്ത മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് സുഡാനിലെ ജനങ്ങൾ നേരിടുന്നത് എന്നും അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് കുറ്റപ്പെടുത്തി. എന്തായാലും വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ വിമാനങ്ങൾ പലതും വൈകിയോടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഡൽഹിയിൽ കനത്ത മഴ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ വിമാനങ്ങൾ വൈകി ഓടുന്നു എന്നാണ് വ്യക്തമാകുന്നത്. പല ഘട്ടത്തിലും ഈ വിമാനങ്ങൾ വൈകി ഓടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമായും രാജ്യ തലസ്ഥാനത്തൊക്കെ തന്നെ ശക്തമായ മഴ ഉണ്ടാകുന്നുണ്ട് എന്നാണ്. ഇനി വിമാനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറന്നുയർന്നതിന് പിന്നാലെ തന്നെ പക്ഷിയുമായി കൂട്ടിയിടിച്ച വിമാനത്തിൽ വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്നാണ് വാർത്ത വരുന്നത്. പാരീസിലാണ് ഈ ഒരു സംഭവം നടന്നത്. മാഡ്രിഡിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ തന്നെ പക്ഷിയുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തി ഐബീരിയ വിമാനം എന്നാണ് മനസ്സിലാകുന്നത്. ഇടിയുടെ ആഘാതത്തിൽ എഞ്ചിൻ തകരാറ് സംഭവിക്കുകയും വിമാനത്തിന്റെ ക്യാബിനിൽ പുക നിറയുകയും ചെയ്തതോടുകൂടിയാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിലെ യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു. ഓഗസ്റ്റ് 3-നാണ് സംഭവം. വൈകിട്ട് 6:40 മാഡ്രിഡ് മരാജസ് വിമാനത്താവളത്തിൽ നിന്ന് പാരീസ് ഓർലി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഐബീരിയയുടെ പുതിയ എയർബസ് A321 XLR വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പറന്നുയർന്ന ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം പക്ഷിയുമായി കൂട്ടിയിടിച്ചതായി ഐബീരിയ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കൂട്ടിയിടിയിൽ വിമാനത്തിന്റെ മുൻഭാഗത്തും ഒരു എഞ്ചിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിമാനത്തിനുള്ളിലെ ഭയാനകമായ നിമിഷങ്ങൾ യാത്രക്കാരിൽ ഒരാളായ വ്യക്തി ഫോണിൽ പകർത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ക്യാപ്റ്റൻ സംസാരിക്കുന്നത് സാധാരണ കുലുക്കത്തെക്കുറിച്ചാണ് എന്ന് ഞങ്ങൾ കരുതുന്നു, പക്ഷെ പിന്നീട് ഒരു വലിയ ശബ്ദം കേട്ടു. എന്തോ കുഴപ്പമുണ്ടെന്ന് അപ്പോൾ മനസ്സിലായെന്നും ഈ വ്യക്തി പറയുകയാണ്. പൈലറ്റുമാരുടെ ക്യാബിൻ ക്രൂവിന്റെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നും അത് സഹായിച്ചതുമെന്നാണ് ആ വ്യക്തി പറയുന്നത്. പക്ഷേ ഇടിച്ചപ്പോൾ എഞ്ചിനുണ്ടായ തകരാറ് ഗുരുതരം ആയിരുന്നു എന്നതാണ് ക്യാബിൻ പുക നിറയാൻ കാരണമെന്നും വ്യക്തമാക്കുകയാണ്. പക്ഷേ ഏതായാലും വലിയൊരു ദുരന്തം ഏതായാലും കൃത്യമായൊരു ഇടപെടൽ കാരണം ഒഴിവായി എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയം തോന്നുകയാണ്. വലിയൊരു അപകടത്തിൽ നിന്നാണ് തലനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ആ ജനങ്ങൾ രക്ഷപ്പെട്ടത് എന്നാണ് വ്യക്തമാക്കുന്നത്.